ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. നിപ്പ രോഗവ്യാപന രീതിയും പ്രതിരോധ മാർഗങ്ങളും. മലപ്പുറം ജില്ലയിൽ നിപ്പ വീണ്ടും സ്ഥിരീകരിച്ചു എന്ന വാർത്ത ഏറെ ആശങ്കയോടെയാണ് മലയാളികൾ കേട്ടത്. നിപ്പ ഓരോ മലയാളിയുടെയും ഉറക്കം കെടുത്തുന്ന പേരാണ് അത്. ഒട്ടേറെ കറുത്ത ഓർമ്മകളുടെ കെട്ടഴിച്ചുവിടാൻ പോരുന്ന ഒന്ന്. 2018 എന്ന വർഷത്തെ പ്രളയത്തിനൊപ്പം നാം ഓർത്തെടുക്കുന്നത് നിപ്പയുടെ പേരിൽ കൂടിയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 2018 മെയ്യിൽ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിപ്പ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആദ്യ നിപ്പ ബാധയായിരുന്നു. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ ഇതിനു മുൻപ് വെറും 2 തവണ മാത്രമായിരുന്നു നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 2001 2007 പശ്ചിമ ബംഗാളിലായിരുന്നു അത്. തുടർന്ന് ഏകദേശം ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് രാജ്യത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കേരളത്തിന്റെ കരുത്തുറ്റ ആരോഗ്യ സംവിധാനം കൈമെയ് മറന്ന നിപ്പയ്ക്കെതിരെ അന്ന് പൊരുതിയെങ്കിലും വിലപ്പെട്ട ചില ജീവനുകൾ അന്ന് നമുക്ക് നഷ്ടമായിരുന്നു. അതിനാൽ തന്നെ നിപ്പ വീണ്ടും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ മലയാളി അല്പം പരിഭ്രമിക്കുന്നത് സ്വാഭാവികമാണ്. എന്താണ് നിപ്പ? നിപ്പ വൈറസ് പകരുന്ന വഴികൾ എന്തൊക്കെയാണ്? എങ്ങനെ ഈ രോഗത്തെ നമുക്ക് പിടിച്ചുകെട്ടാനാകും? നിപ്പ വൈറസ് ബാധ ഇക്കുറി സ്ഥിരീകരിച്ചത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി പരിധിയിലായിരുന്നു. 42 വയസ്സുള്ള സ്ത്രീക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിരുന്നു. നഗരസഭാ പരിധിയിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ നിശ്ചയിക്കുകയും ബോധവത്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു. നിപ്പ ബാധയുടെ പശ്ചാത്തലത്തിൽ നഗരസഭാ പരിധിയിൽ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ തരംഗിണിയോട്. വളാഞ്ചേരി നഗരസഭയിലെ 2ാം ഡിവിഷനിൽ കഴിഞ്ഞ 8-ാം തീയതി ഒരു യുവതിക്ക് നിപ്പ വൈറസ് ബാധിച്ചതിലുള്ള ടെസ്റ്റ് റിസൾട്ട് പുറത്തു വരികയുമുണ്ടായി. വളാഞ്ചേരി നഗരസഭയിലുള്ള 5 ഡിവിഷനും ബാധിച്ച സ്ഥലത്തിന്റെ 3 കിലോമീറ്ററുള്ള ചുറ്റളവിലുള്ള മാറാക്കര പഞ്ചായത്തിലെ 2 വാർഡും എടയൂർ പഞ്ചായത്തിലെ 2 വാർഡും അവതനാട് ഗ്രാമപഞ്ചായത്തിലെ 1 വാർഡുമാണ് കണ്ടെയ്ൻ സോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10, 11, 12 തീയതികളിലായി നഗരസഭയിലുള്ള അതുപോലെ സമീപ പ്രദേശത്തുള്ള ഈ പഞ്ചായത്തുകളിലെയും എല്ലാ വീടുകളിലും ആരോഗ്യ പ്രവർത്തകന്മാർ കയറിയിറങ്ങി വിശദമായിട്ടുള്ള പനി ഉള്ള ആളുകളുണ്ടോ, AS ARDS ഉള്ള ആളുകളുണ്ടോ, വവ്വാലുകൾ കൂട്ടമായിട്ട് കൂടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടോ, പന്നികളുടെ സാന്നിധ്യമുണ്ടോ, മൃഗങ്ങളിൽ മരണങ്ങൾ ഉണ്ടോ, 23/4/2025 ശേഷം രോഗിയുമായിട്ട് സമ്പർക്കമുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കി തുടർ നടപടി സ്വീകരിക്കുകയുണ്ടായി. നഗരസഭയിൽ മാത്രമായിട്ട് 41 പേർക്ക് പനിയുള്ളതായിട്ടാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അവർക്ക് വേണ്ട ചികിത്സ നൽകി നിരീക്ഷിച്ച് ആരോഗ്യ പ്രവർത്തകന്മാർ അവർക്ക് കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും രോഗിയുമായിട്ട് നേരിട്ട് സമ്പർക്കമുള്ള ഒരാൾക്കും നിപ്പ ടെസ്റ്റ് നടത്തിയപ്പോൾ പോസിറ്റീവ് ഇല്ല എന്നുള്ളതും അവർക്കൊക്കെ നെഗറ്റീവ് ആയി എന്നുള്ളതും നമുക്കൊക്കെ സമാശ്വസിക്കാം. തീർച്ചയായിട്ടും ആരോഗ്യ പ്രവർത്തകന്മാരും നഗരസഭയും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടാണ് നമുക്ക് വലിയൊരു ആശങ്കയില്ലാത്ത രീതിയിൽ ഈ വിഷയം അവസാനിപ്പിക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ 14 ദിവസം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ വിലയിരുത്തലുകൾ പഠിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഇതിനുള്ള ക്വാറന്റൈൻ അടക്കമുള്ളതിലുള്ള റിലീസിംഗ് നടത്തും എന്നു തന്നെയാണ് പ്രതീക്ഷ.
1990കളുടെ അവസാനത്തിൽ മലേഷ്യയിലാണ് ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കടുത്ത ചൂടിൽ കാടുകൾ ഉണങ്ങിയപ്പോൾ കാട്ടുവവ്വാലുകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് ചേക്കേറുകയും അവയിൽ നിന്ന് വനപ്രദേശത്തോട് ചേർന്നുള്ള ഫാമുകളിലെ പന്നികൾക്ക് രോഗം പകരുകയുമായിരുന്നു. പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് ബാധിച്ചു. ദശലക്ഷക്കണക്കിന് പന്നികളെ കൊന്നൊടുക്കിയാണ് മലേഷ്യ അന്ന് നിപ്പയെ അതിജീവിച്ചത്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളുടെ ഗണത്തിലാണ് ലോകാരോഗ്യ സംഘടന നിപ്പയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൃഗങ്ങളിൽ നിന്ന് മാത്രമല്ല, രോഗാണുക്കൾ നിറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് വരെയും രോഗം പകരാം. വൈറസ് ബാധയുള്ള മൃഗങ്ങളുമായി അടുത്തിടപഴകുന്നതോ പക്ഷികളും മൃഗങ്ങളും കടിച്ചുപേക്ഷിച്ച പഴങ്ങൾ കഴിക്കുന്നതിലൂടെയോ വൈറസുകൾ മനുഷ്യ ശരീരത്തിലെത്താം. വൈറസ് ശരീരത്തിനുള്ളിലെത്തിയാൽ 5 മുതൽ 14 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. കടുത്ത പനി, തലവേദന, തലകറക്കം, ബോധക്ഷയം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചുമ, വയറുവേദന, ഛർദി, ശ്വാസതടസ്സം എന്നിവയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്രവ പരിശോധനകളിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. നിപ്പ വ്യാപന സാധ്യതകൾ, രോഗലക്ഷണങ്ങൾ, ചികിത്സ എന്നിവയെപ്പറ്റി IMA സെക്രട്ടറി ഡോക്ടർ ശശിധരൻ തരങ്കിണിയോട് സംസാരിക്കുന്നു. മറ്റെല്ലാ വൈറസ് രോഗങ്ങളും എന്ന പോലെ ഇതിന്റെയും ദുര്യോഗം മറ്റൊന്നുമല്ല. വൈറസ് രോഗബാധകൾക്ക് വൈറസ് അണുക്കളെ നേരിട്ട് നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അതിന് പൂർണ്ണമായും മരുന്ന് കൊണ്ട് ചികിത്സിച്ച് രോഗനിർമ്മാർജ്ജനം നടത്താനുള്ള മരുന്നുകൾ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ദൗർബല്യം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അണുബാധ വന്ന് ഉണ്ടാകുന്ന രോഗികൾക്ക് തുടക്കത്തിൽ എന്ന പോലെ തന്നെ അതിന്റെ ഗുരുതരാവസ്ഥയിൽ പോലും രോഗലക്ഷണങ്ങളും അതിന്റെ കോംപ്ലിക്കേഷൻസിനുള്ള ചികിത്സ മാത്രമേ നമുക്ക് നൽകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിപ്പയുടെ രോഗലക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് ഒരു ചെറിയ ബോധം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവബോധം ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. തലച്ചോറിനുള്ള അണുബാധ, അതേപോലെ തന്നെ ശ്വാസകോശങ്ങളെ ബാധിച്ചത് മറ്റു രീതിയിലുള്ള ARDS പോലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഹൃദയത്തിനെ ബാധിച്ച് മയോകാർഡിറ്റിസ് പോലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയും ആ ഘട്ടങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചികിത്സ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ രോഗി മരണത്തിലേക്ക് തന്നെ ചെന്നപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ വന്നിരിക്കുന്നത് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണെന്ന് കാണാം. ആ ഒരു പ്രത്യേക മേഖലയെ ഒറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല, എങ്കിലും ഞാൻ പറയുന്നു, കൂടുതലും രോഗലക്ഷണങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ ഇത്തരം മുൻ രോഗസാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളാകുമ്പോൾ നമുക്ക് ഇത്തരം രോഗലക്ഷണങ്ങൾ വരുന്നത് പെട്ടെന്ന് തന്നെ ചികിത്സയ്ക്ക് വിധേയമാകാനും ഇത്രയും നമ്മുടെ ആരോഗ്യ മേഖല സജ്ജമാണ്. ലോകരാജ്യങ്ങളോട് കിടപിടിക്കുന്ന ജീവിത നിലവാരം ജനങ്ങൾക്ക് ഉറപ്പു നൽകാൻ നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിന് കഴിയുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയുടെ ബലത്തിലാണ്. ലോകോത്തര നിലവാരത്തിലുള്ള ആരോഗ്യ സൗകര്യങ്ങൾ പൊതുമേഖലയിൽ വരെ ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നത് കേരളത്തിന്റെ ആരോഗ്യ മാതൃകയുടെ പ്രത്യേകതയാണ്. ഒപ്പം കരുത്തുറ്റ പിന്തുണയുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും. പതിറ്റാണ്ടുകളായി നാം ആരോഗ്യമേഖലയിൽ നടത്തിവരുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും രോഗങ്ങളെ പിടിച്ചുകെട്ടാൻ സഹായിച്ചിട്ടുണ്ട്. ഇക്കുറി വളാഞ്ചേരിയിൽ നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടപ്പോഴും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ ഏകോപന പ്രവർത്തനങ്ങൾക്കും അവലോകന യോഗങ്ങൾക്കും നേതൃത്വം നൽകുകയുണ്ടായി. നിപ്പ സംബന്ധിച്ച നിരവധി ഊഹങ്ങൾ നിലവിലുണ്ടെന്നും വവ്വാലുകളാണ് നിപ്പയുടെ ഉറവിടമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് കേരളം നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മളാണ് എന്നുള്ളത് കൊണ്ട് ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നർത്ഥമില്ല. ഇത് നേരത്തെ കോഴിക്കോട് ഉണ്ടായിരുന്നു. അപ്പോൾ അതില് ICMRന്റെ തന്നെ ഇപ്പോൾ ബാറ്റ്സിന്റെ ആവാസ വ്യവസ്ഥകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ബാറ്റ്സ് ആണ് സോഴ്സ് എന്നുള്ളതിനകത്ത് നിപ്പ വൈറസിന്റെ സോഴ്സ് അങ്ങനെയാണ്. ഈ ട്രാൻസ്മിഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് ആഗോളതലത്തിൽ തന്നെ ഹൈപ്പോത്തസിസേ ഉള്ളൂ, ഊഹങ്ങളേ ഉള്ളൂ. എല്ലായിടത്തും ബംഗ്ലാദേശിലും അങ്ങനെയാണ്. ഇപ്പൊ CDC ആണ് അവിടെ പഠനം നടത്തിയിട്ടുള്ളത്, അറ്റ്ലാന്റയിലെ CDC. അവരും അതൊരു ഊഹമാണ്, ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത്. ക്ലിനിക്കൽ ലാബിൽ അത് ഇതുവരെ ലോകത്ത് എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല. ഇതാണ് ഈ രീതിയിലാണ് എന്നുള്ള ട്രാൻസ്മിഷൻ സംഭവിച്ചതെന്നുള്ളത് ഒരു ലാബിലൊരു പരിശോധന ഉണ്ടായിട്ടില്ല, ലോകത്തൊരിടത്തും ഉണ്ടായിട്ടില്ല. അപ്പൊ നമുക്കും വവ്വാലുകൾ ആണ് സോഴ്സ്. എങ്ങനെയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള പഠനങ്ങളിൽ ഇങ്ങനെയാകാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ലോകത്തെല്ലായിടത്തും അതുപോലെ തന്നെയാണ്. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. കണ്ടുപിടിക്കുന്നത് കൊണ്ട് രോഗപകർച്ച ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും.
മൃഗങ്ങളിൽ നിന്ന് പകരാൻ സാധ്യതയുള്ള രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ ചങ്കിടി പേറുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കർഷകർക്കാണ്. വളർത്തുമൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന അവർക്ക് അതിനാൽ തന്നെ ഇത്തരം രോഗങ്ങൾ നിലനിൽപ്പിന്റെയും സാമ്പത്തിക ഭദ്രതയുടെയും പ്രശ്നം കൂടിയാണ്. നിപ്പ മറ്റു മൃഗങ്ങളിലേക്ക് എങ്ങനെയാണ് പകരുന്നത്? മൃഗപാലന രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ? പൂക്കോട് വെറ്റിനറി കോളേജിലെ വെറ്റിനറി എപ്പിഡീമിയോളജി ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ മേധാവി ഡോക്ടർ ദീപ PM ആകാശവാണിയോട് സംസാരിക്കുന്നു. കർഷകർ പ്രത്യേക ആശങ്ക പുലർത്തേണ്ടതില്ല. എന്നിരുന്നാലും രോഗനിയന്ത്രണത്തിന് മുൻകരുതലുകൾ എടുക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് കർഷകർ വവ്വാലുകളുടെ സമ്പർക്കം ഒഴിവാക്കുകയും അവ കൊത്തിയതുമായിട്ടുള്ള പഴങ്ങൾ മൃഗങ്ങൾക്ക് നൽകുന്നതും ഒഴിവാക്കുക. ഞങ്ങളുടെ കീഴിലോ ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലോ അനാവശ്യമായ സന്ദർശനം ഒഴിവാക്കുക. വളർത്തുമൃഗങ്ങളെ വവ്വാലുകൾ ചേക്കേറുന്ന സ്ഥലങ്ങളിലേക്ക് മേയാൻ വിടുന്നതും ഒഴിവാക്കുക. വൈറസ് മനുഷ്യരെന്ന പോലെ മൃഗങ്ങളുടെയും ശ്വസന വ്യവസ്ഥയെയും മസ്തിഷ്കത്തെയും ബാധിക്കുന്നതിന് കടുത്ത ചുമ, ശ്വാസതടസ്സം, വിറയൽ, വേച്ചുവേച്ചുള്ള നടത്തം, തളർച്ച എന്നീ രോഗലക്ഷണങ്ങൾ മൃഗങ്ങളിൽ കാണപ്പെടുകയാണെങ്കിൽ ഈ രോഗബാധിത പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള മൃഗങ്ങളിൽ ഇങ്ങനെ രോഗലക്ഷണം കാണുകയാണെങ്കിൽ അടുത്തുള്ള മൃഗാശുപത്രിയിൽ കാണിക്കേണ്ടതും വിവരം അറിയിക്കേണ്ടതുമാണ്. പ്രത്യേകിച്ച് നിപ്പ രോഗം സ്ഥിരീകരിക്കുന്ന പരിസര പ്രദേശങ്ങളിലുള്ള മൃഗങ്ങളെ നിരീക്ഷിക്കേണ്ടതാണ്. രോഗബാധയുള്ള പ്രദേശങ്ങളിൽ ഫാമുകളിലും ആശുപത്രികൾ, അറവുശാല, മൃഗങ്ങളിലെയും മൃഗാവയവങ്ങളെയും അവശിഷ്ടങ്ങളെയും കൈകാര്യം ചെയ്യുന്നവർ എന്നിവ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ മാസ്ക്, കയ്യുറ, ഏപ്രൺ എന്നിവ ഉപയോഗിക്കേണ്ടതാണ്. കൊറോണ സമയത്ത് ചെയ്ത പോലെ തന്നെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ഫാമിനകത്ത് ജൈവ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുക. പന്നി കർഷകർ പ്രത്യേകം നിരീക്ഷണം നടത്തുക എന്നിവ ചെയ്യേണ്ടതാണ്. രോഗവ്യാപനത്തിൽ വളർത്തുമൃഗങ്ങളുടെ പങ്ക് ഏറെയൊന്നുമില്ലതാനും. അതിനാൽ തന്നെ മൃഗസംരക്ഷണ മേഖലയിലുള്ളവർ വലിയൊരു ആശങ്ക പുലർത്തേണ്ടതില്ല. എങ്കിലും നമ്മുടെ ജാഗ്രത ഈ രോഗത്തിൻ്റെ നിയന്ത്രണത്തിൽ ഏറെ പ്രധാനമുള്ളതാണ്. പരിചയമില്ലാത്ത വഴികൾ താണ്ടാൻ പലപ്പോഴും നാം ഗൈഡുകളുടെ സഹായം തേടാറുണ്ട്. നമുക്ക് മുൻപ് പല കുറി നടന്നു തീർത്ത വഴികൾ ആയതിനാൽ തന്നെ കൃത്യമായ മാർഗനിർദ്ദേശം നൽകാനും ആശങ്കകളെ ഒരു പരിധിവരെ ദൂരീകരിക്കാനും അവർക്ക് കഴിയും. കാരണം എവിടെ നിന്നോ കേട്ടു പഠിച്ചതല്ല, തങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ് അവർക്ക് നാമുമായി പങ്കുവയ്ക്കാനുള്ളത്. നിപ്പ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ നല്ലൊരു ശതമാനം പേരും സുഖമാക്കപ്പെട്ടിരുന്നു. നിപ്പ രോഗം വന്ന് സുഖമായതിനു ശേഷം ഭക്ഷണത്തിലും ജീവിത രീതികളിലും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? രോഗം സുഖമായതിനു ശേഷം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ തുടരാൻ സാധ്യതയുണ്ടോ? ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പുകളെ കണക്കിലെടുക്കാനും ആവശ്യമായ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളാനും സ്വയം ഒരു പോരാളിയായി മാറാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിപ്പയെയും നാം അതിജീവിക്കും. കാരണം അതിജീവനം അത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രത്യേകതയാണ്. നല്ല ഒരു നാളേക്കായി നമുക്ക് കൈകോർക്കാം. തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ അബ്രഹാം. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9:00.